നേതാക്കൾക്ക് വ്യവസായികളുമായി വൻ ഇടപാടുകളെന്ന പരാതി ചോർന്നിട്ടും ഒരക്ഷരം പ്രതികരിക്കാതെ CPM നേതൃത്വം. മകന്റെ പേരിലുള്ള ആരോപണം അസംബന്ധമെന്ന് MV ഗോവിന്ദൻ. അവതാരങ്ങൾക്കിടമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞ് V ശിവൻകുട്ടി. രാജേഷ് കൃഷ്ണയും മന്ത്രിമാരടക്കമുള്ളവരും തമ്മിലുള്ള ബന്ധം News 18-ലൂടെ വെളിപ്പെടുത്തി ഷർഷാദ്. രാജേഷ് വളർന്നത് പിണറായി സർക്കാരിന്റെ കാലത്തെന്ന ആക്ഷേപം. നിലവിലുള്ള നിയമം അനുസരിച്ച് MP-മാർ MLA-മാരായിട്ട് മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പാർട്ടി തീരുമാനിച്ചത്. മന്ത്രിക്കുപ്പായം തുന്നി നിയമസഭയിലേക്ക് മത്സരിക്കാനൊരുങ്ങുന്ന MP-മാർക്കെതിരെ തുറന്നടിച്ച് K മുരളീധരൻ. താൻ മത്സരിക്കണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും മുരളി. പ്രതികരണം News 18 വാർത്തയോട്. നേതാക്കളുടെ അഭിപ്രായ പ്രകടനത്തിലൂടെ വ്യക്തമാകുന്നത് പാർട്ടിക്കുള്ളിലെ ഭിന്നത. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് CP രാധാകൃഷ്ണന് പ്രതിപക്ഷ നിരയിൽ നിന്ന് പിന്തുണ തേടി BJP. മല്ലികാർജുൻ ഖർഗെയും MK സ്റ്റാലിനെയും ഫോണിൽ വിളിച്ച രാജ്നാഥ് സിംഗ്. ഇന്ത്യ സഖ്യത്തിന് സ്ഥാനാർത്ഥി വേണമെന്ന നിലപാടിൽ കോൺഗ്രസ് തീരുമാനിക്കാൻ വൈകിട്ട് യോഗം. തമിഴ്നാട്ടുകാരനാണെങ്കിലും CP രാധാകൃഷ്ണന് പിന്തുണയില്ലെന്ന് സ്റ്റാലിൻ. വോട്ട് കൊള്ള ആരോപണത്തിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കവുമായി പ്രതിപക്ഷം. നോട്ടീസ് നൽകുന്നത് ചർച്ച ചെയ്ത ഇന്ത്യ സഖ്യ യോഗം. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര രണ്ടാം ദിവസം. ബീഹാറിൽ പട്ടികയിൽ നിന്ന് നീക്കിയ 65 ലക്ഷം വോട്ടർമാരുടെ വിവരം പുറത്തുവിട്ട് കമ്മീഷൻ. പാൽ വില കൂട്ടാൻ നീക്കവുമായി മിൽമ. വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് ചെയർമാൻ മണി. ഓണത്തിന് മുമ്പ് വെളിച്ചെണ്ണ വില കുറയുമെന്ന് മന്ത്രി GR അനിൽ. വ്യാജ വെളിച്ചെണ്ണയിൽ പെട്ടുപോകരുതെന്നും മന്ത്രി.